ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ ഈ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ എൻ്റെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി സപ്പോർട്ട് ചെയ്യണേ. ഏപ്രിൽ 11 തിയേറ്ററുകളിൽ 25 ദിവസങ്ങൾ പിന്നിടുന്ന ചിത്രമാണല്ലോ വർഷങ്ങൾക്ക് ശേഷം. തിയേറ്ററുകളിൽ 25 ദിവസങ്ങൾ പിന്നിടുമ്പോൾ വർഷങ്ങൾക്ക് ശേഷം ഇതാ വളരെ വലിയൊരു കളക്ഷനിലേക്കും വളരെ മികച്ച ഒരു ഹിറ്റിലേക്കും എത്തിപ്പെട്ടിരിക്കുകയാണ്. വിനീത് ശ്രീനിവാസൻ്റെ സംവിധാനത്തിൽ പ്രണവ് മോഹൻലാൽ, ധ്യാൻ ശ്രീനിവാസൻ, നിവിൻ പോളി എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കിയ ഒരു ചിത്രമായിരുന്നല്ലോ വർഷങ്ങൾക്ക് ശേഷം ഇതാ കേരള കളക്ഷനായി ഇതുവരെ 36 കോടി കളക്ഷൻ നേടിയിരിക്കുകയാണ്. ഇനി വേൾഡ് വൈഡ് കണക്കുകളിലേക്ക് വരുമ്പോൾ ചിത്രം 25 ദിവസങ്ങൾ കൊണ്ട് 80 കോടി ക്രോസ് ചെയ്തിരിക്കുകയുമാണ്. വർഷങ്ങൾക്ക് ശേഷം ഇങ്ങനെയാണെങ്കിൽ ഫൈനൽ കളക്ഷനായി 82 കോടികളിലേക്ക് എത്താനാണ് കൂടുതൽ സാധ്യത കാണുന്നത്. ജിത്തു മാധവൻ്റെ സംവിധാനത്തിൽ ഫഹദ് ഫാസിലിനെ നായകനാക്കി ഏപ്രിൽ 11 തിയേറ്ററുകളിലേക്ക് എത്തി 100 കോടി മറ്റും പെട്ടെന്ന് തന്നെ എത്തിയ ഒരു റെക്കോർഡടിച്ചൊരു ചിത്രമാണല്ലോ ആവേശം ഇതാ തിയേറ്ററുകളിൽ മൊത്തം ഒരു ആവേശം തന്നെയായി മാറിയിരിക്കുകയാണ്. ഈ അടുത്തിറങ്ങിയ മലയാള ചലച്ചിത്രങ്ങളിൽ വെച്ച് 150 കോടിയിലേക്ക് കളക്ഷൻ എത്രയും വേഗം ഓടിയെടുക്കുന്ന ഒരു ചലച്ചിത്രം കൂടിയായി മാറിയിരിക്കുകയാണ് ആവേശം. ഈ കഴിഞ്ഞ മാസങ്ങളിൽ റിലീസായ പ്രേമലു എന്ന ചിത്രം 130 കോടിയായിരുന്നു ഫൈനൽ കളക്ഷനായി നേടിയത് എങ്കിൽ ഇപ്പോൾ ഇതാ ആവേശത്തിൻ്റെ ഫൈനൽ കളക്ഷൻ എന്ന് പറയാറായിട്ടില്ല, ഇതുവരെ എത്തി നിൽക്കുന്നത് 139 കോടിയിലേക്കാണ്. ചിത്രം 150 കോടി ഫൈനൽ കളക്ഷനായി നേടിയെടുക്കാനാണ് കൂടുതൽ സാധ്യത കാണുന്നത്. ചിത്രം ഇനിയും 2-2.5 ആഴ്ച കൂടി തിയേറ്ററുകളിൽ ഇതേ രീതിയിൽ തന്നെ മുന്നോട്ട് പോകാനാണ് കൂടുതൽ സാധ്യത. കൂടുതൽ സിനിമാ വിശേഷങ്ങളുമായി നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.